ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സീറോ സ്പീഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളിക്കാൻ പോകുന്നത് പ്ലസ് സീരീസ് ആണ്. പ്ലസ് സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അറിയാം. അപ്പോൾ കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ ഇട്ടാണ്. അതിൻ്റെ ലെറ്റ്സ് പ്ലസ് സീരീസ് ആയിക്കോട്ടെ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ മച്ചവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് അടിച്ചു പൊട്ടിക്കുക അതല്ലേ. അപ്പോൾ നമ്മൾ സ്പോൺ ചെയ്തിട്ടുള്ളത് ഒരു വില്ലേജിലാണ്. നമുക്ക് ഈ വില്ലേജൊക്കെ ഒന്ന് ഫുള്ള് ലൂട്ട് ചെയ്യണം. വില്ലേജിലൊന്നും ഇല്ലേ? നമ്മൾ ബ്ലാക്ക് സ്മിത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോവുകയായിരുന്നു. ഇവിടെയുള്ള പൊട്ടാറ്റോ ഫുള്ള് എടുത്തിട്ട് കഴിക്കാം. ഹങ്കർ കുറവാണ്, സ്പീഡിൽ മണ്ടാനും കൂടി കഴിയുന്നില്ല. എന്നുവെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ഓഫ് ഓൾ കിടന്ന് ഉറങ്ങണം, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. വില്ലേജർ എണീച്ച് പോടേ. എന്താ എമറാൾഡ് വേണേ? യെസ്, വില്ലേജർ എമറാൾഡ് ഇട്ടിട്ട് പോയി. ഓ ഗൈസ്, ഈ എമറാൾഡ് എടുക്കാൻ പറ്റുമോ? ഈ എമറാൾഡ് എടുക്കാൻ പോയി. ഇങ്ങനെയൊക്കെ അവന്മാർ എമറാൾഡ് ഇട്ടിട്ട് പോവോ? നമുക്ക് എന്തായാലും ബ്ലാക്ക് സ്മിത്തിന്റെ ഏതെങ്കിലും വീടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അത് ലൂട്ട് ചെയ്തിട്ട് പോവാം. ഓക്കെ, അവിടെ ഒരു ബ്ലാക്ക് സ്മിത്തിന്റെ വീട് കാണുമ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് അതിനെ ലൂട്ട് ചെയ്യാം. ഇങ്ങനത്തെ ഒരു വീട് ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഉള്ളത് ഞാനിപ്പോ അതിലടിച്ചേ. ഓ മൈ ഗോഡ് യെസ്, നമുക്ക് ഇവിടെ തന്നെ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. നൈസ്, ഇറ്റ് ഈസ് വെരി വെരി നൈസ്. അപ്പോ ഞാൻ പറയാൻ പോകുന്നത്, ഈ എപ്പിസോഡിൽ ചെറിയൊരു ഗോൾ ഉണ്ട്. അപ്പോൾ ഗോൾ എന്താന്ന് വെച്ചാൽ ആ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഒരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കണം. അപ്പോൾ സ്റ്റാർട്ടർ ബേസ് എന്ന് വെച്ചാൽ ചെറിയൊരു സ്റ്റാർട്ടർ ബേസ്, ചെറുതാണ്, ചെറിയൊരു സ്റ്റാർട്ടർ ബേസാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇനി ഇവിടെ വേറെ ഏതെങ്കിലും ബ്ലാക്ക് സ്മിത്ത് ഉണ്ടാവും. ഓക്കെ, ഇവിടെ വേറെ ബ്ലാക്ക് സ്മിത്തിനും കൂടി കിട്ടിയിട്ടുണ്ട്. ഇവിടെ 2 ബ്ലാക്ക് സ്മിത്ത് ആണെന്നാണ് തോന്നുന്നത് എനിക്ക്. എന്തായാലും ഈ ബ്ലാക്ക് സ്മിത്തിന് 2 ചെസ്റ്റ് പ്ലേറ്റ് അതൊന്നും വലിയ കാര്യമില്ല, നമുക്ക് പിന്നീട് ആവശ്യം വരുമ്പോൾ എടുക്കാം. ഇപ്പോൾ കുറച്ച് ബ്രെഡ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബ്രെഡൊക്കെ തിന്നിട്ട് പോകാം. അപ്പോൾ ഇവിടെ 4 ബ്ലാക്ക് സ്മിത്താണ് ടോട്ടലുള്ളത്. 2 അറിയാതെ പറഞ്ഞാണ്. സ്പിയർ ഒബ്സിഡിയനൊക്കെ ഇവിടെ നിന്ന് കിട്ടി. എന്തായാലും നമുക്ക് അപ്പുറത്തെ ഇതിനും കൂടി പോയി നോക്കാം, എന്തൊക്കെ ഉണ്ടാവും നോക്കാലോ. 6 ഡയമണ്ടോ? യെസ്, ഈ സീഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏതാ സീഡ്? ഞാൻ വേണമെങ്കിൽ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ സീഡ്. ഓ ഗൈസ്, നൈസ് സീഡ്. അയ്യോ, ഇപ്പോൾ നമുക്ക് ഇനി വേണ്ടത് റോയിൻ്റെ ബോട്ടലോ? യെസ്, ഇതൊരു സെറ്റ് സീഡാണ് കേട്ടോ. നല്ല സീഡ്, നല്ല സീഡ് കൊള്ളാം. എന്താ, നമുക്ക് കിട്ടിയ സീഡ് നല്ലൊരു സീഡാണ്. ചെസ്റ്റ് പ്ലേറ്റ്, ലൂട്ടിങ് കൊണ്ടുള്ള സോഡും ഫയർ പ്രൊട്ടക്ഷൻ 2 ഉള്ളൊരു ചെസ്റ്റ് പ്ലേറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന് വലിയ കാര്യമൊന്നുമില്ല, ഗോൾഡ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാനുള്ള സ്ഥലമാണ് നോക്കേണ്ടത്. സ്റ്റാർട്ടർ ബേസ് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു സ്റ്റാർട്ടർ ബേസാണ്, അധികം വലിപ്പമൊന്നും ഉണ്ടാവില്ല. അതന്നെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുന്നവർ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരു മരം പോലും ഒരു ട്രീ പോലും മുറിക്കാതാണ് ഞാൻ ഫുൾ അയൺ ആർമറും 6 ഡയമണ്ട് നമുക്ക് കിട്ടിയത്. ഗൈസ്, അതൊന്ന് ആലോചിച്ച് നോക്കൂ. മൈനും പോലും ഞാൻ ചെയ്തിട്ടില്ല.
നമുക്ക് അവിടെ ആയിട്ടൊരു വീട് പ്ലേസ് ചെയ്തത് ഇവിടെ 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 യെസ് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്റ്റാർട്ടർ ബേസിന് പറ്റിയൊരു സ്ഥലമായിരിക്കാം ഇത്. അപ്പോൾ ഇതിനാണ് നമ്മുടെ സ്ഥലം. ഇപ്പോൾ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടർ ബേസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കുന്നത് കാണിക്കാത്തത് വീഡിയോയുടെ ലെങ്ത്ത് ഓവറാവുന്നതുകൊണ്ടാണ്. എനിക്ക് വീഡിയോയുടെ ലെങ്ത്ത് ഒന്നും ഓവറാവുന്നത് ഇഷ്ടമല്ല. എനിക്ക് 5-6 മിനിറ്റൊക്കെ ഇഷ്ടമുള്ളൂ. ചെറിയൊരു ലെറ്റ്സ് പ്ലേ ആയിരിക്കും. പിന്നെ അവസാനത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ എൻഡർ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്യാണ്. അതൊക്കെ ആവുമെന്നറിയില്ല. ഞാൻ ഏകദേശം 4-5 കൊല്ലമായി മൈൻക്രാഫ്റ്റ് കളിക്കണം. ഇതുവരെ ആയിട്ടും ഞാൻ എൻഡർ ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്തിട്ടില്ല. വീട് കൊള്ളാമല്ലേ. പക്ഷെ പ്രൊഫഷണൽ ബിൽഡറൊന്നുമല്ല, അതുകൊണ്ട് വീട് കൊള്ളാവോ ഇല്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒക്കെ ചെയ്യുക. എനിക്ക് ഫുഡില്ല ബ്രദർ, അപ്പം നിന്നെ ഞാൻ കൊല്ലുവാണേ. ഓക്കെ, നമ്മളാ പാവം പശുവിനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ ഇൻറ്റീരിയറിൽ ഞാൻ പ്രത്യേകിച്ചൊരു ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വേണമെങ്കിൽ കയറി കാണിച്ചു തരാം. ഫുൾ എംപ്റ്റിയാണ്. എനിക്ക് ഇതേ കൂടെ നോക്കി. അയ്യോ, ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഫുൾ എംപ്റ്റിയാണ്. ഇവിടെ കാണാം. പ്രത്യേകിച്ച് ഒരു വർക്കും ചെയ്തിട്ടില്ല. ഇനി മറ്റേ ഇത് ചെയ്യരുത്. ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. സ്റ്റാർട്ടർ ചാനലാണ്. അപ്പോൾ സ്റ്റാർട്ടർ ചാനലാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. പിന്നെ പറയുകയാണ്, ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നിന്നാണ് ഞാൻ കോള് വാങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.